പത്തനംതിട്ടയിൽ പ്രായപൂർത്തിയാകാത്ത ദളിത് പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ 2 പ്രതികൾ കൂടി അറസ്റ്റിലായി. ഇതോടെ 58 പ്രതികളുള്ള കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 46 പെൺകുട്ടിയുടെ സഹപാഠിയും നാട്ടുകാരനുമാണ് പിടിയിലായത്. വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്നും ശ്രീരാജ് ബാബു ഉണ്ട്. ശ്രീരാജ്, ഈ പോലീസ് നടപടി ശക്തമായി തന്നെ തുടരുകയാണ്. ഈ അറസ്റ്റിലായവരെ സംബന്ധിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ എന്താണ്? വിവരങ്ങൾ. കസ്റ്റഡിയിലുണ്ടായിരുന്ന 2 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. പെൺകുട്ടിയുടെ സഹപാഠിയും അതുപോലെ തന്നെ നാട്ടുകാരനുമായ 2 പേരുടെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതോടെ അറസ്റ്റിലായവരുടെ എണ്ണം 46 ആകെ 58 പ്രതികളാണ് കേസിലുള്ളതെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ അറിയിക്കുന്നുണ്ട്. ബാക്കിയുള്ളവരുടെയും അറസ്റ്റ് എത്രയും വേഗം അറസ്റ്റ് രേഖപ്പെടുത്താനുള്ള, അവരെ കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്താനുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘം നിലവിലുള്ളത്. 2 പേർ വിദേശത്തുണ്ട്. അവരെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമം തുടരുന്നുണ്ട്. ഇന്ന് അവലോകന യോഗം ചേരുമെന്നായിരുന്നു പോലീസ് അറിയിച്ചിരുന്നത്. എന്നാൽ അവലോകന യോഗം ചില സാങ്കേതിക കാരണങ്ങളാൽ മാറ്റിവെച്ചിട്ടുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. ബാക്കിയുള്ള മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്യാൻ കഴിയുമെന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. വിദേശത്തുള്ളവർക്ക് വേണ്ടിയിട്ട് ലുക്കൌട്ട് നോട്ടീസ് ഉൾപ്പെടെ പുറപ്പെടുവിക്കാനുള്ള നീക്കത്തിലാണ് പോലീസ് ഉള്ളത്. നിലവിൽ 46 പേർ കേസിൽ അറസ്റ്റിലായിട്ടുണ്ട്. ഗൗതം, ഈ പോലീസിന്റെ മറ്റ് നടപടികൾ, അതായത് ഇതുമായി ബന്ധപ്പെട്ട് ഈ ബാക്കിയുള്ളവരെ കണ്ടെത്താനുള്ള നടപടികൾ ഏത് രീതിയിലാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്? ഇനിയും ഒരു 12ഓളം പേരെ അറസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ നിയമ നടപടിക്ക് വിധേയമാക്കാനില്ല. അത്തരം പ്രവർത്തനങ്ങൾ എങ്ങനെ പുരോഗമിക്കും? തീർച്ചയായും ഗൗതം, 12ഓളം പേരെ പത്തനംതിട്ട, ഇലവന്തിട്ട സ്റ്റേഷനുകളിലായി രജിസ്റ്റർ ചെയ്ത കേസുകളിലാണ് അറസ്റ്റിലാവാനുള്ളത്. അവരെ എത്രയും വേഗം അറസ്റ്റ് ചെയ്യാൻ, കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്താൻ കഴിയുമെന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. പോലീസിന് മുന്നിലുള്ള പ്രധാന വെല്ലുവിളി ഈ തെളിവുകൾ ശേഖരിക്കുക എന്നതുകൂടിയാണ്. ശാസ്ത്രീയമായ തെളിവുകൾ ഉണ്ടെങ്കിൽ മാത്രമേ കേസ് കോടതിയിൽ എത്തുമ്പോൾ നിലനിൽക്കുകയുള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ള തെളിവുകൾ ഉൾപ്പെടെ ശേഖരിക്കേണ്ടതുണ്ട്. പോലീസ് ഈ കസ്റ്റഡിയിലായവരുമായി ആദ്യഘട്ടത്തിൽ വീടുകൾ ഉൾപ്പെടെ പോയി അവരുടെ മൊബൈൽ ഫോണുകളിൽ നിന്നുള്ള വിവരങ്ങളടക്കം ശേഖരിച്ച് തെളിവെടുപ്പുകൾ നടത്തുന്നുണ്ട്. എന്നാലും കൂടുതൽ വിവരങ്ങൾ പോലീസിന് ശേഖരിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. ഇന്നലെ പെൺകുട്ടിയുടെ രഹസ്യമൊഴി മജിസ്ട്രേറ്റ് കോടതിയിൽ രേഖപ്പെടുത്തിയിരുന്നു. അതിലും പെൺകുട്ടിക്ക് കൂടുതൽ എന്തെങ്കിലും പറയാനുണ്ടോ, അല്ലെങ്കിൽ പെൺകുട്ടിയുടെ നിലവിലത്തെ മാനസിക നില എങ്ങനെയാണ് എന്നെല്ലാം തന്നെ അവിടെ സംസാരിച്ചിരുന്നു. അപ്പോൾ എന്തായാലും നിലവിൽ 46 പേരാണ് ഇതിൽ അറസ്റ്റിലായിട്ടുള്ളത്. കൂടുതൽ ബാക്കിയുള്ള 12ഓളം പ്രതികളെ കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ഇതിൽ പോലീസിന്റെ പ്രധാന വെല്ലുവിളി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ 2 പ്രതികൾ വിദേശത്തുണ്ട്. അവരെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങളെല്ലാം തന്നെ പോലീസ് നടത്തുന്നുണ്ട്. അതിന്റെ ഭാഗമായി ലുക്കൌട്ട് നോട്ടീസ് ഉൾപ്പെടെ പുറപ്പെടുവിക്കുമെന്ന് ആദ്യം മുതൽ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥർ അറിയിച്ചിരുന്നു. അതിലേക്ക് ഇന്നോ നാളെയോ ഒക്കെ തന്നെ കടക്കുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നലെ പറഞ്ഞത് 2 ദിവസത്തിനുള്ളിൽ തന്നെ മറ്റുള്ള പ്രതികളെല്ലാം തന്നെ പോലീസിന് അറസ്റ്റ് രേഖപ്പെടുത്താൻ കഴിയുമെന്നായിരുന്നു. എന്തായാലും 2 ദിവസത്തിനുള്ളിൽ തന്നെ ഈ മുഴുവൻ പ്രതികളെയും, കേസിലെ മുഴുവൻ 50 വിദേശത്തുള്ളവർ ഒഴികെ മറ്റുള്ളവരെല്ലാം തന്നെ എത്രയും വേഗം പിടികൂടാൻ സാധിക്കുമെന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. വിദേശത്തുള്ളവരെ തിരികെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങളും ആരംഭിച്ചു. ഗൗതം, ശരി, പത്തനംതിട്ടയിൽ നിന്നും ശ്രീരാജാണ് വിവരങ്ങൾ നൽകിയത്.